സൗദാവന്യമ്മ വിളക്കും കൊണ്ട് വന്നപ്പോഴേ പണി പാളിയെന്നാ ഞാൻ വിചാരിച്ചു. പക്ഷെ ഭാഗ്യത്തിന് വസുമതി വന്ന് വിളക്ക് തട്ടിത്തെറിപ്പിച്ചു. വസുമതി അതിന്റെ എതിർത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ പ്ലാനെല്ലാം പൊളിഞ്ഞാനെ. മോളെന്തൊന്നും മിണ്ടാത്ത? അത് ചെറിയമ്മയ്ക്കും അപ്പച്ചയ്ക്കും മുന്നില് ഇന്ന് എന്റെ അച്ഛന് തല കുനിച്ച് നിൽക്കേണ്ടി വന്നു. ഞാൻ കാരണം ഒരിക്കലും അച്ഛൻ വിഷമിക്കാൻ ഇടയാവരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാ. അതൊന്നും സാരമില്ല, മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനമെന്ന് മോള് കേട്ടിട്ടില്ലേ? നല്ലൊരു ലക്ഷ്യം മുന്നിൽ കണ്ട് മോളി ചെയ്ത ചെറിയ കാര്യം എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. അതെ, താൻ വിഷമിക്കാതെ. സത്യങ്ങളെല്ലാം അറിയുമ്പോ തന്നെ ഓർ തങ്ങളിന് അഭിമാനം തോന്നും. അങ്ങനെയല്ല കിരൺ, സത്യത്തില് ഞാൻ അവരെ ചതിക്കുകയല്ലേ ചെയ്യുന്നേ. അവരറിയാതെ ഞാൻ ഇങ്ങനൊരു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടും ആ വിഷമം സഹിച്ച് എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ മനസ്സാൽ അനുഗ്രഹിക്കാം മുത്തശ്ശി അച്ഛനും ചെയ്തത്. ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഒരു നാടകമാണെന്ന് എന്നെങ്കിലും അവരറിയുമ്പോഴത്തെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അങ്ങനെ മാറ്റി ചിന്തിക്കാൻ ഒരു അവസരം കൊടുക്കാതിരുന്നാ മതിയല്ലോ. കുട്ടേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അല്ല, ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. പോട്ടെ, നിങ്ങളത് കാര്യമാക്കണ്ട. ഇതുവരെ എല്ലാം നമ്മുടെ പ്ലാൻ പോലെ തന്നെ നടന്നു. ഇനി മുന്നോട്ടുള്ള കാര്യം ആലോചിക്കുമ്പോ എനിക്ക് ചെറിയ ടെൻഷനുണ്ട്. ഒരു ടെൻഷനും വേണ്ട, എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും. പൃഥ്വിയിലൂടെ എക്സിലേക്കും എക്സ് വഴി ആ മേനോനിലേക്കും നിങ്ങൾ വേഗം തന്നെ എത്തും. അതെ, ഈ സമൂഹത്തിന് ഭീഷണിയായി വളർന്നുകൊണ്ടിരിക്കുന്ന മേനോന്റെ സർവനാശം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ആ ചിന്ത മനസ്സിലുണ്ടാവണം. ആ ഒരു ലക്ഷ്യമുള്ളതുകൊണ്ട് മാത്രമാ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത അച്ഛന്റെ മേൽവിലാസം തേടി പോകാൻ ഞാൻ തയ്യാറാവുന്നത്. നമ്മൾ വിജയിക്കും, എനിക്കത് ഉറപ്പാ. ഇപ്പൊ എനിക്കുള്ള ഏക വിഷമം നിങ്ങൾക്കൊപ്പം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരാൻ പറ്റില്ലല്ലോ എന്നുള്ളത് മാത്രം. കുട്ടേട്ടൻ വിഷമിക്കണ്ട, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായാൽ കുട്ടേട്ടന് ഇന്ദ്രപ്രസ്ഥത്തിൽ കയറാൻ സാധിക്കും. അതുവരെ എനിക്ക് വേണ്ടി കുട്ടേട്ടന് ഒരു സഹായം ചെയ്യണം. എന്താ മോളെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? മോള് പറഞ്ഞാ മതി. മാനസികമായി അച്ഛനും മുത്തശ്ശിയും വലിയ വിഷമത്തിലായിരിക്കും. അത് മാത്രമല്ല, എന്റെ പേരും പറഞ്ഞ് ഇനിയും അവരെ ചെറിയമ്മയും അപ്പച്ചയും വിഷമിപ്പിക്കുകയും ചെയ്യും. അച്ഛനും മുത്തശ്ശിക്കും ഒരു മെന്റൽ സപ്പോർട്ടായി കുട്ടേട്ടൻ അവർക്കൊപ്പം നിൽക്കണം. ആ കാര്യത്തിനെ കുറിച്ചുള്ള ടെൻഷനൊന്നും മോക്ക് വേണ്ട. അതൊക്കെ വേണ്ട രീതിയിൽ തന്നെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇനി ലേറ്റാക്കാതെ നമുക്ക് പോവാം. വൈകുന്നേരം റിസ്ക് കൂടുതലാ. ശരിയാ, ഞാനൊരു ഓട്ടോ പിടിക്കാം. നിങ്ങൾ വാ. എന്നാലും ദുർഗമോൾ ഇങ്ങനെ ഒരു കാര്യം എടുത്തുകാടി ചെയ്യൂന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഒരു കണക്കിന് അത് നന്നായി അമ്മേ. ഇനിയെങ്കിലും അവൾ സമാധാനത്തോടെ ജീവിക്കല്ലോ. ഞാൻ പറയട്ടെ, അവർ രണ്ടുപേരും വെറുതെ സമാധാനത്തോടെ ജീവിക്കുന്നല്ല, ലൈഫ് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് ജീവിക്കും. ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അത് മതി. കിരൺ നല്ല പയ്യനാ, എനിക്കവൻ ഇഷ്ടമാ. അതുകൊണ്ട് കിരണിനെ കല്യാണം കഴിക്കാൻ ഞാൻ തന്നെ എത്ര പ്രാവശ്യം ദുർഗയോട് പറഞ്ഞാണെന്ന് അറിയാമോ?